ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ ജീവജലം എന്ന പാഠമാണ്. രണ്ടാമത്തെ യൂണിറ്റ് ജീവജലം എന്ന പാഠമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ ജീവജലം, SCERT പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ജീവജലം എന്ന പാഠമാണ്. കുറേ പത്രവാർത്തകൾ, ജലവുമായി ബന്ധപ്പെട്ട കുറേ പത്രവാർത്തകളുമായിട്ടാണ് ഈ പാഠം തന്നെ തുടങ്ങുന്നത്. വെള്ളപ്പൊക്കം തടയണ നാടിന് സമർപ്പിച്ചു, ചന്ദ്രനിൽ ജനസാന്നിധ്യം കണ്ടെത്തി, കുടിവെള്ളത്തിനായി നെട്ടോട്ടം, വരൾച്ച, വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ അമിതവില, അങ്ങനെ ഒത്തിരി വൈവിധ്യമാർന്ന പത്രവാർത്തകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ജലം നമ്മൾക്ക് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു പ്രവർത്തനവും കൂടി കൊടുത്ത ശേഷമാണ് ഈ പാഠം ആരംഭിക്കുന്നത്. ഈ പാഠത്തിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് കരുതുന്നത് ജലത്തിൻ്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ജലത്തിൻ്റെ സവിശേഷത? നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. വസ്തുക്കളെ ലയിപ്പിക്കുന്നു, അതാണ് ആദ്യത്തെ സവിശേഷത. പിന്നെ ഒഴുകുന്നു, താപം വഹിക്കാൻ കഴിയുന്നു, നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ? ഈ സവിശേഷതയോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങളും കൂടി പറഞ്ഞാലോ. അപ്പോൾ ആദ്യത്തെ സവിശേഷത എന്താണ്? വസ്തുക്കളെ ലയിപ്പിക്കുന്നു. ഇതിൻ്റെ സന്ദർഭം ഏതായിരിക്കും? വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല അല്ലേ? പിന്നെ പാനീയങ്ങൾ, മധുരം ചേർക്കാൻ. ഇനി അടുത്തത് ഒഴുകുന്നു. ഒഴുകുന്നതിൻ്റെ സന്ദർഭം ഏതാണ്? പൈപ്പിലൂടെയും പുഴയിലൂടെയും എല്ലാം വെള്ളം ഒഴുകുന്നത്, അത് അതിൻ്റെ സന്ദർഭമാണ്, ആ സവിശേഷതയുടെ സന്ദർഭമാണ്. പിന്നെ താപം വഹിക്കാൻ കഴിയുന്നു. താപം വഹിക്കാൻ കഴിയുന്നു എന്നതുമായി ബന്ധപ്പെട്ട സന്ദർഭം ഏതാണ്? പാചകം ചെയ്യൽ, അത് താപം വഹിക്കാൻ കഴിയുന്നു എന്നതുമായി ബന്ധപ്പെട്ട സന്ദർഭമാണ്. അടുത്ത സവിശേഷത ഏതാണ്? നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു എന്നാണ് സവിശേഷത. അതുമായി ബന്ധപ്പെട്ട സന്ദർഭം ഏതാണ്? വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ അത് ശേഖരിക്കാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഈ സവിശേഷതയുടെ ഒരു സന്ദർഭം. അടുത്ത സവിശേഷത എന്താണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ്? ആവിയിൽ പുട്ടുണ്ടാക്കൽ, ഐസ് നിർമ്മാണം, ഇതൊക്കെ അതിൻ്റെ ഈ സവിശേഷതയുടെ സന്ദർഭമാണ്. ഇത്രയുമാണ് ജലത്തിൻ്റെ സവിശേഷതയും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളുമായിട്ടുള്ള ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ജലത്തിൽ ലയിക്കുന്നവ, ലയിക്കാത്തവ. ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ എന്നീ രണ്ട് ടോപ്പിക്കാണ് അല്ലേ? ഏതൊക്കെ സാധനങ്ങളാണ് ജലത്തിൽ ലയിക്കുക? അവർ തന്നെ കുറച്ച് സാധനങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊന്നും ഏതൊക്കെയാണ് ലയിക്കുന്നവ, ലയിക്കാത്തവ എന്ന് കണ്ടെത്തി നോക്കൂ. ഉപ്പ്, മണൽ, പഞ്ചസാര, മണ്ണെണ്ണ, മല്ലിപ്പൊടി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, കൽക്കണ്ടം, മുളക് പൊടി, വെളിച്ചെണ്ണ, തുരിശ്, കല്ല്, ഗ്ലിസറിൻ, ഇത്രയും സാധനങ്ങളുടെ പേര് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ജലത്തിൽ ലയിക്കുന്നവ എന്നും ജലത്തിൽ ലയിക്കാത്തവ എന്ന് രണ്ടും വേർതിരിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തി നോക്കൂ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. ലീനം, ലായകം, ലായനി, സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ. എന്താണ് ഈ ലീനം എന്ന് വെച്ചാൽ? ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. ലയിക്കുന്ന വസ്തുവിനെ എന്താണ് പറയുന്നത്? ലീനം. ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്ന് പറയുന്നു. ലീനം, ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനാണ് ലായനി എന്ന് പറയുന്നത്. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനം, ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ ലായനി എന്നും പറയുന്നു. നമ്മൾക്കൊന്ന് ഒരു ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ, പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. പഞ്ചസാര ലായനി എന്നത് ലായനിയുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ലീനം, ലായകം, ലായനി എന്നുള്ളത്? പഞ്ചസാര വെള്ളത്തിൻ്റെ പറഞ്ഞില്ല. ഇനി ഉപ്പ് വെള്ളത്തിൻ്റെ ലായനി ഏതാണ്? ഉപ്പ് വെള്ളം തന്നെയാണ്. ലീനം ഉപ്പാണ്, വെള്ളം എന്താണ്? ലായകമാണ് അല്ലേ?
ഇനി തുരിശ് ലായനിയിൽ എന്താണ് നോക്കുക. തുരിശ് ലായനി ലായനി തുരിശ് ലായനിയാണ്. ലീനം തുരിശ്, ലായകം വെള്ളമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ലീനവും ലായകവും ലായനിയും. അടുത്തതൊരു പരീക്ഷണമാണ്. കുറച്ച് ലായകങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെള്ളം, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, അതുപോലെ കുറേ ലീനവും പഞ്ചസാര, ഉപ്പ്, തുരിശ് തുടങ്ങിയ കുറേ ലീനവും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണമാണ് ഇതിൽ പറയുന്നത്. ഇത് നോർമലി നമ്മൾ കണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വെള്ളത്തിലാണ് കൂടുതലും ലീനം ലയിക്കുക. പഞ്ചസാര, ഉപ്പ്, തുരിശ് അങ്ങനെയുള്ള കൂടുതൽ സാധനങ്ങൾ ലയിക്കുന്നത് എവിടെയായിരിക്കും? വെള്ളത്തിൽ. വെളിച്ചെണ്ണയിലും മണ്ണിലും കുറച്ച് സാധനങ്ങൾ മാത്രമേ ലയിക്കുള്ളൂ. അതിൽ നിന്നുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകമെന്ന് പറയുന്നു. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്താണ് യൂണിവേഴ്സൽ സോൾവെൻറ്റ് അഥവാ സാർവിക ലായകം? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകമെന്ന് പറയുന്നു. മനസ്സിലായല്ലോ. അടുത്തതും ഒരു പരീക്ഷണമാണ്. ജലത്തിൻ്റെ ഒരു സവിശേഷതയായ ജലവിധാനം കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണം. ഇത് ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. LP UPക്കെല്ലാം ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമായിട്ട് വരാം. പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ 2 പ്ലാസ്റ്റിക് കുപ്പികൾ, ഒരേ വലിപ്പത്തിലുള്ള 2 പ്ലാസ്റ്റിക് കുപ്പികളെടുത്ത് അവയുടെ അടിഭാഗത്ത് ഓരോ ദോരമിടണം. എന്നിട്ട് അതിന് ശേഷം ആ ദോരത്തിലൂടെ ഒരു പൈപ്പ് കടത്തിവിട്ട് പശ കൊണ്ട് ലീക്കില്ലാത്ത രീതിയിൽ അടച്ചു വയ്ക്കുന്നു. ചിത്രത്തിൽ കാണിച്ച പ്രകാരമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിച്ചു നോക്കുക. കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു വെള്ളമൊഴിച്ച കുപ്പിയിലെ വെള്ളം താഴ്ന്ന് മറ്റേ കുപ്പിയിലോട്ട് നിറയുകയും അവസാനം 2 കുപ്പിയിലും ഒരേ വിധാനത്തിലായിരിക്കും ജലം ഉണ്ടാവുക. അതുകൊണ്ടാണ് ജലം വിധാനം പാലിക്കുന്നു എന്ന് പറയുന്നത്. ജലം വിധാനം പാലിക്കുന്നു. ഇതിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് പറയുന്നത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവ, ജലത്തിൽ താഴ്ന്നു പോകുന്നവ എന്ന ടോപ്പിക്കാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതെല്ലാവരും ഇതൊന്ന് പരീക്ഷണം നടത്തി അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് നോക്കുക. ഇനി ഇതിലുള്ള അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ഏത്? ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ഏതാണ്? ലിറ്ററാണ് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുക. അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഏകകം ഏതാണ്? ലിറ്ററാണ് ദ്രാവകം അളക്കുന്നതിനുള്ള ഏകകം. ഒരു ലിറ്റർ പാത്രം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രവർത്തനം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ. ഇനി അടുത്തൊരു ടോപ്പിക്ക് ഭൂമി എത്ര ജലസമ്പത്ത് എന്നതാണ്. ഭൂമിയിൽ 2/3 ഭാഗവും ജലമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ അതിൽ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണെന്നറിയോ? 3.5% മാത്രമാണ് അതിൽ ശുദ്ധജലമുള്ളൂ. 3.5% മാത്രമേ ജലത്തിൽ ശുദ്ധജലമായിട്ടുള്ളൂ. ബാക്കിയുള്ള ജലമെല്ലാം സമുദ്രജലമാണ്. അപ്പോൾ എത്ര ശതമാനം സമുദ്രജലം ഉണ്ടാവും? 96.5% വരുന്ന ജലവും സമുദ്രജലമാണ്. 3.5 ജലം മാത്രമേ ശുദ്ധജലമായിട്ട് ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജലം മലിനമാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ജലം മലിനമാകുന്നുണ്ടാവുക? പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നത് മൂലം, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മൂലം, മത്സ്യ മാർക്കറ്റുകളിൽ നിന്നുള്ള മലിനജലം ജലത്തിലേക്ക് ഒഴുക്കുന്നത് മൂലം, പുഴകളിലേക്ക് ഒഴുക്കുന്നത് മൂലം, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം പുഴകളിലേക്ക് ഒഴുക്കുന്നത് മൂലം, കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിക്കുന്നത് മൂലം, അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളാണ് ജലം മലിനമാക്കാനുള്ളത്. മലിനമാകുന്നതിനുള്ള കുറേ സാഹചര്യങ്ങളാണുള്ളതെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മഴയുണ്ടാകുന്നത് എങ്ങനെയെന്നതാണ്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് മഴയുണ്ടാകുന്നതെന്ന്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്തുറഞ്ഞ് മേഘങ്ങളായും, മേഘം തണുത്ത് മഴയായും മാറുന്നു. ഇനി ഇതിൽ 2 പോയിൻ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്.
ജലാശയത്തിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയോ? ബാഷ്പീകരണം. ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ബാഷ്പീകരണം. അതുപോലെ തന്നെ ആ മേഘങ്ങളായി മാറിയ ജലം തണുത്ത് മഴയായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാന്ദ്രീകരണം എന്ന്. സാന്ദ്രീകരണം. അപ്പോൾ സാന്ദ്രീകരണവും ബാഷ്പീകരണവും മനസ്സിലായല്ലോ. ജലാശയങ്ങളുടെയും സസ്യങ്ങളുടെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം. മേഘങ്ങൾ തണുത്ത് മഴയായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. ഈ ബാഷ്പീകരണവും സാന്ദ്രീകരണവും വഴിയാണ് ജലപരിവൃത്തി നടക്കുന്നത്. അപ്പോൾ എന്താണ് ജലപരിവൃത്തി എന്ന വാക്കും ഓർത്തു വയ്ക്കുക. ബാഷ്പീകരണവും സാന്ദ്രീകരണവും ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയയെ സാന്ദ്രീകരണം എന്നും പറയുന്നു. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുമ്പോൾ അതിനെ ബാഷ്പീകരണം, ആ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്നും പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണവും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണവുമാണ്. മനസ്സിലായല്ലോ. ഇനി ഇതിൽ പറയുന്ന അടുത്ത ടോപ്പിക്ക് ജലസംരക്ഷണ മാർഗ്ഗങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ് ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ? മഴക്കുഴി, പിന്നെ കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, തടമെടുക്കൽ, പിന്നെയോ മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറ്റിലേക്ക് സംരക്ഷിക്കൽ, സിൽപോളിൻ ജലസംഭരണി എന്നിവയാണ് ജലസംരക്ഷണ മാർഗങ്ങൾ. ഓക്കെ. ഇനി ഇതിലടുത്ത് ചർച്ച ചെയ്യുന്നത് മഴക്കാല കെടുതികളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് മഴക്കാല കെടുതികൾ? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീഴൽ, മഴക്കാല രോഗങ്ങൾ എന്നിവയാണ് മഴക്കാല കെടുതികൾ. ഏതൊക്കെയാണ് മഴക്കാല കെടുതികൾ? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, വീടുകളും കെട്ടിടങ്ങളും തകരൽ, മഴക്കാല രോഗങ്ങൾ എന്നിവയാണ് മഴക്കെടുതികൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മുങ്ങിമരണം, കടലാക്രമണം എന്നിവയാണ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോഴാണ് ജലസംരക്ഷണത്തിൻ്റെ സാധ്യത വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതായി തോന്നുന്നത്. അതുകൊണ്ട് ജലം സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മലിനമാക്കാതെ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഒന്നാമത്തെ ചോദ്യം. ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ഏത്? നാലാമത്തെ ചോദ്യം. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം, അതുകൊണ്ട് ജലത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഞ്ചാമത്തെ ചോദ്യം. ലയിക്കുന്ന വസ്തുവിനെ പറയുന്ന പേരെന്ത്? ആറാമത്തെ ചോദ്യം. ഒരു വസ്തു ഏതിലാണോ ലയിക്കുന്നത് അതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം ഈ വീഡിയോയിൽ തന്നെ ഉള്ളതാണ്. അത് കണ്ടെത്തി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയുമാണ് ജീവജലം എന്ന 5ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുതകൾ. വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.